പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, വഴികാട്ടിയാണ്. ജീവിതത്തിൽ നിനക്ക് നന്മയുടെ വഴിത്താരയിലേക്കുള്ളതാകുന്ന തിരിച്ചറിവ് നൽകിയത് ആ ഖുർആനാണ്. ഇന്നും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്. ഏതെങ്കിലും തിന്മകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഖുർആനുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഉപദേശമാണ്, ഖുർആനിന്റെ ശാസനയാണ്. അത് അല്ലാഹുവിന്റെ കലാമാണ്, പവിത്രമാണ്. സാരമല്ല ഖുർആൻ. ഇന്ന് എന്നെ ഒരാൾ വയനാട്ടിൽ നിന്ന് എന്റെ പ്രിയ സുഹൃത്ത് ഉമർ ഉസ്താദ് എന്ന സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സംഭവം ഉണ്ടായി, ഉസ്താദ് അത് പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കണം. എന്താണത്? ആക്രി കച്ചവടം നടത്തുന്നതാകുന്ന ഒരു വ്യക്തി, അദ്ദേഹം വീട്ടിൽ പോയി സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ഇങ്ങനെ പറക്കുമ്പോ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഒരു സാധനം എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടിവെച്ചിരിക്കുക, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തിരഞ്ഞൊന്നുമില്ല, നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടി എല്ലാം തരം തിരിച്ചു വെക്കുമല്ലോ, ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി ഇട്ടാണ്. പ്ലാസ്റ്റിക് വേറെ, നോക്കുമ്പോൾ ഉണ്ട് അതിനകത്ത് ഖുർആൻ 4-5 മുസാഹഫ് ഇരിക്കുക. ആക്രിക്ക് കൊടുക്കുക, വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കിയാൽ മതി. ഹലി വല്ലി അല്ലാഹു മുളക്കാക്കണം. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ പല കൂട്ടുകാരുമായി ആക്രി കച്ചവടക്കാരൻ അദ്ദേഹം പലരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു ഈ വിഷയം ഒന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോ എന്താ, മിക്ക ആളുകൾക്ക് ഈ സംഭവം റമദാനിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറ അറിയുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഫത്ഹുൽ മുഈനിൽ ഒരു ബാബുണ്ട്, റിദ്ദത്തിന്റെ വിഷയം പറയുന്ന ഭാഗമുണ്ട്. ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം പറയുന്നതാകുന്ന ഭാഗത്തിൽ കാണാം, ഇൽഖാഉ ശൈഇൻ മിനൽ ഖുർആൻ, ഖുർആനിന്റേതാകുന്ന ഒരു ഭാഗം ഏതെങ്കിലും മുസ്തഖ്ബിറായ ഭാഗത്തേക്ക്, മ്ലേച്ഛമാകുന്ന സ്ഥലത്തേക്ക് നീ കൊണ്ടുപോയിട്ടാൽ നീ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുമേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരൽപ്പം മാലിന്യം പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്, ആക്രിക്കെന്നല്ല എന്തായിരുന്നാലും അതിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മനഃപൂർവ്വമാണ് നീ ആ ചെയ്തത് എങ്കിൽ നീ എന്തായി തീരും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ എന്താ ചെയ്യേണ്ടത് ഉസ്താദെ, അതുകൂടി പറഞ്ഞു തരണോ? ഒരു മുസഹഫ് പഴകി, ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയ്ക്ക് പഴകി, ചെറിയ ബൈൻഡ് വിടുമ്പോ തന്നെ അവിടെ മാറ്റിവെക്കല്ല. പിന്നെന്താണ്, ചെറുതായിട്ട് അതിന്റെ ബൈൻഡൊക്കെ ഒന്ന് ഇളകിയെങ്കിൽ അത് നല്ലതുപോലെ ബൈൻഡ് ചെയ്യുക, നല്ല റാഹത്തായിട്ട് ചെയ്യുക. നിങ്ങളെ കുട്ടികളുടേതാകുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ നല്ല റാഹത്തായി പേപ്പർ വാങ്ങിച്ചിട്ട് പൊതിയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ മുസാഫിന്റെ കോലോ ഞാൻ പറയണ്ട, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന് പോയി നോക്കി എന്താണ് അതിന്റെ അവസ്ഥ. എന്താണ് മുസാഫ് ആരെങ്കിലും ബൈൻഡ് ചെയ്യലുണ്ട്? ആരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ട്? അതിന് നല്ലൊരു ബൈൻഡുണ്ട് ഉസ്താദെ, അതൊക്കെ കുത്തുവിട്ടിട്ട് എത്ര നാളായി, എത്ര താള് അതിനകത്ത് ഇളകി കിടക്കുന്നുണ്ട്. മുസഹഫിനോടുള്ളതാകുന്ന ബഹുമാനക്കുറവിൽപ്പെട്ടതാണ് അതിന്റെ താള് തന്നെ വെച്ചിട്ട് അടയാളം വെക്കുക. ചിലരിങ്ങനെ മടക്കി അടയാളം വെക്കലുണ്ട്, അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ അദബുകേടാണ്. അങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഒരു അക്ഷരം മാഞ്ഞു പോകാൻ കാരണമായി കഴിഞ്ഞാൽ ശിക്ഷയാണ്. അള്ളാഹു തന്നെ കാക്കുമാറാവട്ടെ. ചിലര് മുസാഫ് കൊണ്ട് തന്നെ അടയാളം വെക്കും, പാടില്ല. വളരെ ശ്രദ്ധിക്കണം, എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശരിക്കും പഠിക്കണേ, റമദാനിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നല്ലതുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ്. പഴയ മുസഹഫുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ ഇനി പറ്റൂല. ആ രീതിയിൽ തന്നെ അത് ഉപയോഗശൂന്യമായാൽ അത് നല്ലൊരു ശുദ്ധമായ പാത്രത്തിലിട്ടിട്ട് അത് കരിക്കാം, അനുവദനീയമാണ്. അതുപോലെ ഉപയോഗശൂന്യമായി കേട്ടാ. ഞാൻ പറഞ്ഞ പേജ് വല്ലാതെ പോയി, അല്ലാതെ ജസ്റ്റ് ഒന്നും അവിടെ ഇവിടെ മടങ്ങിയിരുന്നതിന്റെ പേരിൽ ഉടനെ കൊണ്ടുപോയി കരിക്കാനല്ല പറഞ്ഞത്. ഉപയോഗശൂന്യമാണെന്ന് നിനക്ക് ഉറപ്പാണ്. ഒരിക്കലും ഇനി അത് നന്നാക്കിയെടുക്കാൻ പറ്റൂല. നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വകുപ്പുകളുണ്ട്, അതൊക്കെ നോക്കിയിട്ടും പറ്റാത്ത നിലയ്ക്ക് പോയിട്ടുണ്ട് എങ്കിൽ കരിക്കൽ അനുവദനീയം. കരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? മുസാഫിനെ കരിച്ച കുറ്റം നിനക്ക് കിട്ടുകയല്ല, ഇത് ഏറ്റവും മോശമായ രീതിയിലേക്ക് ആയിപ്പോയി, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. ആ രീതിയിൽ മുഷിഞ്ഞു പഴകിപ്പോയി, മനസ്സിലായില്ല? ആ രീതിക്ക് എത്തിയെങ്കിൽ നല്ലൊരു ശുദ്ധമായൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് കരിക്കും. മുസഫൈൻ്റെ ഒരു അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകാതെ കറക്റ്റായിട്ട് അത് കരിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചിടുക, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ കലർത്തിയിട്ട് അത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് കുഴിച്ചുവിടുക. അതാണ് ഇസ്ലാമിക നിയമമാണ് പറഞ്ഞത്.
അത് ഏറ്റവും പഴകി കഴിയുമ്പോഴാണ്. ഇത് കുത്തുവിട്ടാ ഉടനെ തന്നെ കളയുന്ന അവസ്ഥ, അത് ഏതെങ്കിലും ആക്രിക്ക് കൊടുക്കുക. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. റമളാനിൽ ഖുർആൻ ഓതുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാം ഒഴിവാക്കാൻ, വീട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഖുർആനൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ആക്രിക്കാർക്ക് കൊണ്ടേക്കോ, വിഷയമില്ല, ഇവിടെ വേണ്ട, ഓതണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ പെടുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നീ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഉറപ്പാണ് പുറത്തു പോകും. ഖുർആന്റെ വാക്യങ്ങൾ ഭിത്തിയിൽ എഴുതരുത്, മനസ്സിലാക്കണം. ചിലരിങ്ങനെ എഴുതി വെക്കും, പള്ളിയിലാണെങ്കിൽ പോലും എഴുതരുത്. ഖുർആന്റെ വാക്യങ്ങൾ എഴുതാൻ പാടില്ല. എഴുതി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു കാഷ്ടം, ഒരു പല്ലിക്കാട്ടം വീണാൽ അത് എഴുതിയവനും ചെയ്തവനും ഒക്കെ കുറ്റക്കാരെ, കമ്മിറ്റിക്കാരൊക്കെ കോടതി കയറണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ല റാഹത്തായിട്ട് ചെയ്തു വെച്ചിരുന്നാണ്, ഇടങ്ങേറാകും. ഇത് ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയാക്കാനും തുനിയണം. സാര കാര്യമല്ല, ഖുർആനാണ്, അതിന് ബഹുമാനം കൊടുക്കണം. ഖുർആന്റെ നേരെ കാല് നീട്ടി ഇരിക്കാൻ പാടില്ല, അദബ് കേടാണ്. മനഃപൂർവ്വമാണ് നീ ചെയ്യുന്നതെങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാണിതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആരാണിത് ശ്രദ്ധിക്കുന്നത്? അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ചില ആളുകളുണ്ട്, ആയത്തുൽ കുർസി ഒന്നായിട്ട് ഓടുന്ന വണ്ടിയുടേതാകുന്ന ബാക്കിൽ സ്റ്റിക്കർ വാങ്ങി ചൊട്ടിച്ചു വെക്കും, ഇല്ലെങ്കിൽ എഴുതി വെക്കും. വലിയ തെറ്റാണത്. കാരണം ചെറിയ പൊടിപടലം, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചു വീശുന്ന പൊടിപടലം അതിലേക്ക് പറ്റിയാൽ തന്നെ ഖുർആനിനോടുള്ള അദബുകേടാണ് നീ കാണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഖുർആനിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന ബിശ്റുൽ ഹാഫി എന്ന മനുഷ്യൻ റോഡിലൂടെ നടന്നു പോകുമ്പോ ഖുർആൻ എഴുതിയതാകുന്ന ഒരു ചെറിയ അക്ഷരത്തിന്റെ കഷ്ണം ഒരു ചെറിയ അഴുക്കിൽ കിടക്കുന്നത് കാണുന്നു. അദ്ദേഹം എടുത്തു, അതിനെ കഴുകി ശുദ്ധീകരിച്ചു, നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അതിനെ ബാക്കിയാക്കി. ചരിത്രം കാണാം, അദ്ദേഹം പിൽക്കാലത്ത് ആ നാട് കണ്ട ഏറ്റവും വലിയ വലിയായി തീർന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. ഖുർആനിന്റെ ഒരു അക്ഷരമേ, കേവലം ഒരു ബിസ്മിയുടെ ഒരു അംശം, കുറച്ച് ഭാഗം നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിലെ അഴുക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുക, വലിയാക്കി മാറ്റി. നമ്മൾ എപ്പോഴാണ് നന്നാവുന്നതെന്ന് പറയാൻ പറ്റൂല. ചെറിയ കാര്യം കൊണ്ടായിരിക്കും ഉയർച്ച കിട്ടുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഗൗരവം വലിയ ഗൗരവമാണ്. ചിലപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും. അതായിപ്പോ പറഞ്ഞത്, ഖുർആനിൻ്റെതാകുന്ന വചനങ്ങൾ നിസ്സാരമായി കാണരുത്. കാണുന്ന അക്രി കച്ചവടക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലിയ വിഷയമാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ, ദീനിൻ്റെതാകുന്ന ശിആറിൽപ്പെട്ടതല്ലേ, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ റമളാനിൽ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ല്ലേ? ഈ 4 കാര്യങ്ങളാണ് റമളാനിൽ ഏറ്റവും അധികരിപ്പിക്കാൻ പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വട്ടം നമ്മൾ ചെല്ലി ഈ റമളാൻ ഇത്രയും ദിവസമായിട്ട് നിസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം ചെല്ലാൻ പോലും മടി കാണിച്ച് എഴുന്നേറ്റ് പോകുന്ന ആളുകളായി നമ്മളിൽ പരം മാറിയില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും. മഴ കിട്ടാതെ വിഷമിക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഴ കിട്ടും. ഖുർആനാണ് പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു പാപം പുറത്തു നൽകുക മാത്രമല്ല, അല്ലാഹു മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. കാരുണ്യത്തിന്റെ മഴയാണ്, കുത്തിച്ചൊരിയുന്ന മഴ അല്ലാഹു വർഷിച്ചു നൽകുമേ. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ തൗബയിലൂടെ കിട്ടുള്ളൂ. ഇസ്തിഗ്ഫാർ ചെയ്തു നോക്കിയാൽ നല്ല മഴ കിട്ടും. ഇന്ന് രാത്രി തന്നെ മഴ പെയ്യും, ഉറപ്പാണ്. ശരിക്കും മനസ്സിരുത്തി തൗബ ചെയ്യണം. ഖുർആനാണ്, അല്ലാഹു പറഞ്ഞതാണിത്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, കുത്തിച്ചൊരിയുന്ന മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് വിശുദ്ധമായ ഖുർആൻ. വയംദിദുകും
ബിഅംവാലിൻ വബനീൻ. കച്ചവടമില്ല, പ്രയാസമാണ്, സാമ്പത്തികമായി ഞെരുക്കമാണെന്ന് പറയുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകമേ. മക്കളില്ലാതെ വിഷമിക്കുന്നതായ മുഅ്മിനേ മുഅ്മിനത്തേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ വബനീന അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുമേ. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അൻവാർ ശേരിയുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിനക്ക് എപ്പോഴും ചെല്ലാൻ സാധിക്കുന്ന നിന്റെ നാവിന്മേൽ എളുപ്പമായ ദിക്റല്ലേ അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഉന്നതനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് തേടുകയാണ്. നീ ചെയ്തതാകുന്ന സകല തിന്മകളും പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിൽ നാഥനാകുന്ന റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ പാപം പുറത്തു നൽകുക മാത്രമല്ല, നിനക്ക് മഴ വർഷിച്ച് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകുക മാത്രമല്ല, സ്വർഗീയ അരുവികളും സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ പറഞ്ഞില്ലയോ, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ ഫറജാ വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ മുടങ്ങാതെ ചെയ്തു വരുന്ന മനുഷ്യ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതല്ലേ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറത്തൻ ഔ 100 മറ. 70-100 പ്രാവശ്യമോ മുടങ്ങാതെ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകരുടെ തിരുസുന്നത്ത് നീ മുറുകെ പിടിച്ചാൽ എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുമേ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നിനക്ക് റാഹത്ത് നൽകുമേ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് നൽകുമേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. വിഭവങ്ങൾ അധികരിക്കും, വീട് വാഹനം എല്ലാം പെട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ മാത്രമല്ല, എല്ലാം ഉൾപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഏറ്റവും കൂടുതൽ റിസ്ക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് ഏൽപ്പിച്ച് അവരത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതാകുന്ന രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദർ. അതാണ് നിർണയ രാത്രി. നമ്മുടെ റിസ്ക്കും അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസ്സും ഒക്കെ തീരുമാനിക്കപ്പെടുന്നതാകുന്ന രാവാണ്. അതുകൊണ്ടാണല്ലോ ഈ രാവിന് ഇത്രയേറെ പുണ്യവും ഇത്രയേറെ മഹത്വവും മനസ്സിലാക്കി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം തേടി നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നത്. ഖേദവും ദുഃഖവും നമുക്ക് അനിവാര്യമാണ്. അല്ലാഹയെ പേടിച്ച് പൊട്ടിക്കരയുന്നവന് നരകം ഹറാമാണ്, അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം അതിന്? ഇസ്തിഗ്ഫാർ ദായിമാക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ, 100 വട്ടം ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും. നമ്മൾ ഇന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിനും ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തിനും ഈ പറഞ്ഞ ഇസ്തിഗ്ഫാറിനും ഒന്നും മഹത്വം കാണുന്നില്ല. അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയ വലിയ കിട്ടലായിട്ട് നടക്കുക. നമുക്കതാ ഇന്ന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദിക്റുകൾക്കുള്ള മാഹാത്മ്യവും ഖുർആൻ വെച്ചുകൊണ്ട് സംസാരിക്കാൻ മണിക്കൂറുകൾ വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ഇന്ന് വില കൊടുക്കുന്നില്ല. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന ഒരു ഖതീബ് ദുആ ചെയ്താൽ ആ ഖതീബിന് വിലയില്ല. കടുകട്ടിയുള്ള വാക്ക് കേട്ടിട്ട് ദുആ ഇറക്കുന്നവരെയാണ് ആളുകൾ ഇന്ന് തേടുന്നത്. ഈ ഖുർആനികമാകുന്ന പ്രാർത്ഥനകൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ദുആആൻ. ആരാണ് ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ഇതിന് വില കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക. വലിയ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്, നിസ്സാരമായ പ്രാർത്ഥനകളല്ല. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമ. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ ദുആ ഏതാണ് സഹോദരങ്ങൾ? നരകീയ മോചനം അതല്ലേ ഏറ്റവും വലുത്. ഫമൻ സുഹസിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ആർക്കെങ്കിലും ലഭിച്ചോ ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവന് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടല്ലേ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന 10 അല്ലാഹുവിനോട് തേടുന്നത്, അല്ലാഹുവേ അല്ലാഹുമ്മ തഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തിൽ നിന്ന് പിരടിയൊന്ന് മോചിപ്പിച്ച് നൽകണേ അല്ലാഹ്, സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ഇത് ചോദിക്കാതെ ഒരു മുഅ്മിനും പോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, സ്വർഗം ചോദിക്കാതെയും നരകത്തെ തൊട്ട് കാവല് തേടാതെയും നിന്റെ ജീവിതം പോകാൻ പാടില്ല. ലാ ഗനാ ലക്കും അൻഹുമാ, അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തേട്ടത്തിന്റെ സമയവും സന്ദർഭവുമാണിത്. നരകീയ മോചനം നമുക്ക് സാധ്യമാക്കിയെടുക്കണം. അതിനേറ്റവും ഉപയുക്തമായ അമലാണ് 40 ദിവസം മുടങ്ങാതെ ജുമഅയും ജമാഅത്തും പുരുഷന്മാര് ഇമാമിന്റെ അവ്വൽ തക്ബീറിൽ നീ ശ്രദ്ധിക്കും. നരകീയ മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സല്ലല്ലാഹു 40 യൗമൻ യുദ്രികു തക്ബീറത്തൽ ഊല ഫി ജമാഅത്തിൻ كتب له براءتان براءة من النار وبراءة من النفاق شفيعنا رسول الله صلى الله عليه وسلم. നരകീയ മോചനം, കാപട്യത്തിൽ നിന്നുള്ള മോചനം, 2 കാര്യങ്ങൾ സാധ്യമാകും. 40 ദിവസം എന്ത് വേണം? ഇമാമും ജമാഅത്തും കറക്റ്റ് ആയിരിക്കണം. ഇമാമ് അവ്വൽ തക്ബീർ കെട്ടുമ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ വരണം. അതിന് ഈ റമദാനിൽ ചെയ്തു വെച്ച ശീലം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മുടങ്ങാതെ മുന്നോട്ട് പോകണം. ആരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവനാരാ? പെരുന്നാളിന് അന്നത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കാണുകയാണ്. ശ്രദ്ധിക്കണം, ഞാൻ നിർത്തുകയാണ്. ഒറ്റ ചരിത്രം. അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കണ്ടു. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു യഅകുലു ഖുബ്സൻ, ബഹുമാനപ്പെട്ടവർ ഒരു റൊട്ടി കഷ്ണം കഴിക്കുന്നുണ്ട്. ജാഫൻ, ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് കഴിക്കുന്നത്. ഉടനെ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അതഅകുലു ഖുബ്സൻ ജാഫൻ ഫി യൗമിൽ ഈദ്, പെരുന്നാൾ ദിവസമായിട്ട് നിങ്ങൾ ഈ ഉണങ്ങിയ റൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതാണ് അടിക്കുന്നത്, വേറെ ഒന്നും കിട്ടുന്നില്ല, പെരുന്നാളല്ലേ, ഇതാണ് കഴിക്കുന്നത്. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആർക്കാണ് പെരുന്നാൾ? പെരുന്നാൾ എന്ന് പറയുന്നത് ആരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ? പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, മൻ ലബിസൽ ജദീദ, പുതുവസ്ത്രം ധരിച്ചവനല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന വ്യക്തി. അല്ലെങ്കിൽ അക്കല സരീദ, നല്ല പത്തിരിയും ഇറച്ചിയും കഴിക്കുന്നവനല്ല പെരുന്നാൾ ആഘോഷിക്കുക. മറിച്ച് ആരാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവൻ, ഇന്നലകളിൽ നിസ്കരിച്ചു തീർത്തതാകുന്ന തറാവീഹ് നമസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവൻ, തീർച്ചയായും അവനാണ് പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാള് ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പെരുന്നാളാണ്. ഇന്നും എനിക്ക് പെരുന്നാളാണ്, നാളെയും എനിക്ക് പെരുന്നാളാണ്. എല്ലാ ദിവസവും തെറ്റ് ചെയ്യാത്ത ഒരു മുഅ്മിനിന് പെരുന്നാൾ തന്നെയാണ്. ഒരു മുഅ്മിൻ അവന്റെ യഥാർത്ഥ ജീവിതം എല്ലാ ദിവസവും ആഘോഷമാക്കി മാറ്റണമെങ്കിൽ ആർക്കാണ് ആഘോഷിക്കാൻ സാധിക്കുക? പെരുന്നാൾ. പരിശുദ്ധ റമദാനിൽ നോമ്പുകൾ സ്വീകരിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ കൊണ്ട് സ്വീകാര്യത വരുത്തി എന്ന് ഉറപ്പ് കിട്ടുകയും തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിക്കാൻ അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.